നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ചില ദിവസങ്ങളിൽ നമുക്ക് രാവിലെ കിച്ചണിൽ കയറി കുക്ക് ചെയ്യാൻ പറ്റത്തില്ല, പുറത്തോട്ട് എവിടെയെങ്കിലും പോകണമായിരിക്കും. അങ്ങനത്തെ ഒരു ദിവസമാണ് ഇന്ന് എൻ്റേത്. എനിക്ക് രാവിലെ പുറത്ത് പോകണമായിരുന്നു, കുറച്ച് അത്യാവശ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ പോയിട്ട് വന്നിട്ട് ഡിന്നറിനുള്ള പ്രിപ്പറേഷൻസൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു, അത് ഞാൻ വെള്ളത്തിലിട്ട് വയ്ക്കുകയാണ് ഐസ് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഈ ഒരു ചെറിയ പാത്രത്തിലാണ് ഞാൻ ഇട്ട് വെച്ചിരുന്നത്. അപ്പോൾ അതിൽ നമുക്ക് വെള്ളം ഒഴിച്ച് വയ്ക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞാനൊരു ചട്ടിയിൽ ആ ചിക്കൻ ഇട്ടിരുന്ന ആ പാത്രം ഇറക്കി വെച്ചിട്ട് അതിൽ നിറയെ വെള്ളം ഒഴിച്ച് വെച്ചേക്കുമായിരുന്നു ഐസ് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഞാനൊരു ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. ചായ കുടിച്ചതിന് ശേഷമാണ് കുക്കിങ്ങിലോട്ട് ഇറങ്ങിയത്. അപ്പോൾ ഞാൻ അത് ഐസ് പോകാൻ വേണ്ടി മാറ്റി വെച്ചു. ഐസ് പോയതിന് ശേഷം ഞാനത് മസാലയെല്ലാം പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇൻഗ്രീഡിയൻസ് ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെയാണ് കേട്ടോ ഞാൻ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് മസാല പിടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്കൊരു മോര് കറി വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങ, വെളുത്തുള്ളി, ജീരകം ഇതെല്ലാം ഇട്ട് അരച്ച് എടുത്തിട്ടുണ്ട്. ഇപ്പുറത്ത് ചട്ടിയിൽ ഞാൻ ഫ്രൈ ചെയ്യാൻ ചിക്കൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് നന്നായിട്ട് ഫ്രൈ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ ഇപ്പുറത്തെ ഇതിൽ മോര് കാച്ചുന്നുണ്ട്. കടുക് പൊട്ടിച്ച് അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച കൂട്ടൊഴിച്ചിട്ട് തൈര് ഒഴിച്ച് നമ്മുടെ ഒരു സിമ്പിൾ മോര് കറി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയില്ല, ഞാൻ ചെയ്യുന്നത് ഇങ്ങനെ ഈ ഒരു രീതിയിലാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈയും റെഡിയായി, മോരും റെഡിയായി. അപ്പോൾ രാത്രിയിലത്തെ ഫുഡ് ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനത് ചിക്കൻ എണ്ണയിൽ നിന്ന് കോരിയെടുക്കുകയാണ്. അപ്പോൾ ഡെയിലി നമ്മൾ ഈ വറുത്തതും പൊരിച്ചതൊക്കെ കഴിക്കുന്നത് നമ്മുടെ ഹെൽത്തിന് നല്ലതല്ല, അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ കഴിക്കുക. ഓക്കെ, അപ്പോൾ ചിക്കൻ ഞാൻ വറുത്ത് മാറ്റി വയ്ക്കുകയാണ്. ഇപ്പുറത്ത് മോര് തിളയ്ക്കുന്നുണ്ട്. ഒരുപാട് തിളയ്ക്കണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വരുമ്പോഴേ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ ഉപ്പിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പുളിയും ഉപ്പൊക്കെ ഉണ്ടോയെന്ന് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ ഓക്കെ ആയിരുന്നു. അപ്പോൾ വരാറായപ്പോഴേ ഞാനത് ഓഫ് ചെയ്തിട്ട് അടച്ചു വെച്ചു. നമ്മൾ ചട്ടിയിൽ ആയതുകൊണ്ട് അത് പിന്നെയും ഇരുന്ന് തിളയ്ക്കും. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പുറത്തെ ഇതിൽ ഞാൻ ഒരു ചിക്കൻ കഷ്ണം കൂടി ഉണ്ടായിരുന്നു കേട്ടോ, അതും കൂടി വറുത്ത് കോരി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മോരും റെഡിയായി, ചിക്കൻ ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു കേട്ടോ, അതും കൂടി കഴുകി വെച്ചപ്പോൾ എൻ്റെ ഇന്നത്തെ പണി കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് ഫ്രഷായി കുളിച്ച് റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണമായിരുന്നു. അതൊക്കെ ചെയ്ത് ഒന്ന് റിലാക്സ് ചെയ്ത് പിന്നെ ഒരു കട്ടൻ ചായയും കൂടി കുടിച്ചു കേട്ടോ. പിന്നെ ഞാൻ രാത്രി ചോറ് കഴിച്ചു. ഇതൊക്കെ ആയിട്ട് ഇടയ്ക്ക് അമ്മ ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കിയായിരുന്നു, അപ്പോൾ അതും കൂട്ടി കുശാലായിട്ട് ചോറ് കഴിച്ച് കിടന്നുറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ കൂടുതൽ വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.